പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ. ഓക്കെ, ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. The American Society of Anesthesiologists ASA defines MAC as in which an anesthesiologist has been requested to provide specific anesthesia services to a particular patient undergoing a planned procedure in which a patient receives local anesthesia or in some cases no anesthesia at all. ASAയുടെ ഫുൾ ഫോം ആണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ്. അതോടൊപ്പം തന്നെ മാക്കിന്റെ ഫുൾ ഫോം ആണ് മോണിറ്റേർഡ് അനസ്തേഷ്യ കെയർ എന്ന് പറയുന്നത്. ഇത് പറയുന്നത് അനസ്തേഷ്യോളജിസ്റ്റ് അനസ്തേഷ്യ സർവീസ് ചെയ്യണം. ഏതൊക്കെ പേഷ്യൻസിന്? ഇപ്പോൾ നമ്മൾ GA പേഷ്യൻസിനായാലും സ്പൈനൽ എപ്പിഡ്യൂറൽ ഈ രീതിയിലുള്ള അനസ്തേഷ്യ കൊടുക്കുന്ന എല്ലാ പേഷ്യൻസിനും അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ടാകും. പക്ഷെ മാക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും കേസോ സർജറിയോ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അനസ്തീഷ്യയെ വേണ്ടി വരാത്ത രീതിയിലുള്ള സർജറീസ് ആയിരിക്കും. പക്ഷെ ഈ പേഷ്യൻസിന്റെ എന്തെങ്കിലും കണ്ടീഷൻസ് കൊണ്ട് വൈറ്റൽസ് മോണിറ്റർ ചെയ്യണം, അതുകൊണ്ട് തന്നെ അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ടാകണം എന്ന് പ്രിഫർ ചെയ്യുമ്പോഴാണ് കൂടുതലും മാക്കിന് നമ്മൾ അനസ്തേഷ്യ ഡോക്ടേഴ്സ് നിൽക്കുന്നത്. ഓക്കെ, അവര് മോണിറ്റർ ചെയ്യുകയാണ് വൈറ്റൽസ്, പേഷ്യന്റിന്റെ വൈറ്റൽസ്. അത് ഓരോ പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ചില കേസസ് അറിയാലോ ലോക്കൽ അനസ്തേഷ്യ ആണ്, അപ്പൊ ലോക്കൽ കൊടുക്കും, ആ ഒരു സൈറ്റ് മാത്രം ലോക്കൽ കൊടുത്തതിന് ശേഷം സർജറി ചെയ്യുന്ന രീതിയുണ്ട്. പക്ഷെ മാക്ക് എന്ന് പറയുമ്പോൾ ആ സർജറിക്ക് അനസ്തേഷ്യ ഡോക്ടർ കൂടി വേണം. അത് ചിലപ്പോൾ പേഷ്യന്റിന്റെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റ് വൈറ്റൽസ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഒന്ന് അനസ്തേഷ്യോളജിസ്റ്റ് പ്രോപ്പർ ആയിട്ട് വൈറ്റൽസ് മോണിറ്റർ ചെയ്യണം എന്നൊരാവശ്യം വരുമ്പോഴാണ് അനസ്തേഷ്യോളജിസ്റ്റിനെ മാക്ക് അനസ്തേഷ്യക്ക് പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് MAC is the term used when an anesthesiologist monitors a patient receiving local anesthesia or administers supplemental drugs to patients undergoing diagnosis or therapeutic procedures. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ ഏകദേശം കാര്യങ്ങൾ തന്നെയാണ് സെക്കൻഡ് പോയിന്റിലും പറഞ്ഞിരിക്കുന്നത്. അതായത് പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുക, പേഷ്യന്റിന്റെ വൈറ്റൽസിനെ മോണിറ്റർ ചെയ്യുക. ചിലപ്പോൾ ചെറിയൊരു സർജറി ആയിരിക്കും, പേഷ്യന്റ് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടാകില്ല, ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് ചെയ്യാൻ പേഷ്യന്റ് കോപ്പറേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സെഡേഷൻ കൊടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് അനസ്തേഷ്യോളജിസ്റ്റിനെ പ്രിഫർ ചെയ്യാണ് ചെയ്യുന്നത്. അനസ്തേഷ്യോളജിസ്റ്റിന്റെ പ്രസൻസോട് കൂടി മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനെയാണ് മോണിറ്റേർഡ് അനസ്തേഷ്യ കെയർ എന്ന് പറയുന്നത്. പേഷ്യന്റിന് വേണ്ടിയുള്ള സപ്ലിമെന്റൽ ഡ്രഗ്സും ഒക്കെ ഇതിലൂടെ അനസ്തേഷ്യോളജിസ്റ്റ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇൻ പ്രൊവൈഡിങ് മാക് ഈസ് ടു എൻഷുർ പേഷ്യന്റ് കംഫർട്ട്, സേഫ്റ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഡ്യൂറിങ് ദ സർജറി. അതായത് മാക്കിന്റെ പ്രൈമറി ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ കംഫർട്ടും പേഷ്യന്റിന്റെ സേഫ്റ്റിയും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനും ആണ് സർജറി സമയത്തുള്ള. അതായത് ഇപ്പോൾ ഒരു ലോക്കൽ കേസിന് പേഷ്യന്റിനെ കൊണ്ടുവരികയാണ്, പേഷ്യന്റ് കോപ്പറേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പേഷ്യന്റ് ടെൻഷനാണ് എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള സെഡേഷൻസ് കൊടുത്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പേഷ്യന്റിന്റെ കംഫർട്ടിനും പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും സാറ്റിസ്ഫാക്ഷനും ഒക്കെ വേണ്ടിയിട്ട് അനസ്തേഷ്യോളജിസ്റ്റിനെ പ്രിഫർ ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ സച്ച് എ കേസ് ദ അനസ്തേഷ്യോളജിസ്റ്റ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ പേഷ്യൻസ് വൈറ്റൽ സൈൻസ് ആൻഡ് ദസ് ഈസ് അവൈലബിൾ ടു അഡ്മിനിസ്റ്റർ അനസ്തറ്റിക്സ് ആൻഡ് ടു പ്രൊവൈഡ് അതർ മെഡിക്കൽ കെയർ ആസ് അപ്രോപ്രിയേറ്റ്. ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് അനസ്തേഷ്യോളജിസ്റ്റ് പേഷ്യൻസിന്റെ വൈറ്റൽ സൈൻസിനെ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റൽസ് ആണെങ്കിൽ അത് സ്റ്റേബിൾ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് നമ്മൾ ഈ ഒരു മാക്കിൽ മാത്രമല്ല, ജനറൽ അനസ്തേഷ്യ ആയാലും സ്പൈനൽ അനസ്തേഷ്യ ആയാലും എപ്പിഡ്യൂറൽ അനസ്തേഷ്യ ആയാലും ഏത് അനസ്തേഷ്യ ആയാലും നമ്മുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് വൈറ്റൽസ്, പേഷ്യന്റെ വൈറ്റൽസിനെ സ്റ്റേബിൾ ആക്കി വെക്കുക, പേഷ്യന്റിന്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ പോയിന്റിലും പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻസിന് വേണ്ടിയതായിട്ടുള്ള അനസ്തറ്റിക് ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുകയും മെഡിക്കൽ കെയർ അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ പോയിന്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വിജിലന്റ് മോണിറ്ററിംഗ് ഈസ് റിക്വയർഡ് ബിക്കോസ് പേഷ്യൻസ് മേ റാപ്പിഡ്ലി കൺവേർട്ട് ഫ്രം എ ലൈറ്റ് ലെവൽ ഓഫ് സെഡേഷൻ ടു ഡീപ് സെഡേഷൻ.
വിജിലന്റ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്തിരിക്കണം. കാരണം എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള സെഡേഷനിൽ നിന്ന് പെട്ടെന്നായിരിക്കും പേഷ്യന്റ് ഡീപ്പ് ആയിട്ടുള്ള സെഡേഷനിലേക്ക് പോകുന്നുണ്ടാവുക, ഓർ അൺകോൺഷ്യസ്നെസ് ആൻഡ് ദസ് മേ ബി റിസ്ക് ഫോർ എയർവേ ഒബ്സ്ട്രക്ഷൻ. അങ്ങനെ ഉള്ളത് കാരണം തന്നെ എയർവേ ഒബ്സ്ട്രക്ഷന് റീസൺ ആവാറുണ്ട്. O2 ഡീസാച്ചുറേഷൻ ഉണ്ടാവാം, ആസ്പിരേഷൻ വരെ ഉണ്ടാവാം, ലീഡിങ് ടു ന്യൂമോണിയ ആൻഡ് അതർ കോംപ്ലിക്കേഷൻസ്. ന്യൂമോണിയോ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മാക് അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയാ, പേഷ്യന്റ് വൈറ്റൽസിനെ കറക്റ്റ് ആയിട്ട് സ്റ്റേബിൾ ചെയ്യുക, ഓവർ ആയിട്ടുള്ള സെഡേഷൻസ് കൊടുക്കാതിരിക്കുക, മാക്സിമം ചെറിയ രീതിയിലുള്ള സെഡേഷൻസ് കൊടുക്കുക. സെഡേഷൻ കൂടിക്കഴിഞ്ഞാൽ പേഷ്യന്റ് അൺകോൺഷ്യസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, എയർവേ ഒബ്സ്ട്രക്ഷൻ ആവാനുള്ള ചാൻസസും ഉണ്ട്. O2 ഡീസാച്ചുറേഷൻ, ആസ്പിരേഷൻ അങ്ങനെയുള്ള റിസ്കിലേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ഫോർ പേഷ്യൻസ് റിസീവിംഗ് മാക് ഷുഡ് ബി ദ സെയിം ആസ് ഫോർ പേഷ്യൻസ് അണ്ടർഗോയിങ് ജനറൽ ഓർ റീജിയണൽ അനസ്തീഷ്യ ആൻഡ് ഇൻക്ലൂഡ്സ് എ സ്റ്റാൻഡേർഡ് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ്, ഇൻട്രാ ഓപ്പറേറ്റീവ് മോണിറ്ററിംഗ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി കെയർ. നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുത്ത പേഷ്യന്റിനെയും റീജിയണൽ അനസ്തേഷ്യ കൊടുത്ത പേഷ്യന്റിനെ ഒക്കെ എങ്ങനെ കാണുന്നുവോ അതേപോലെ തന്നെ മാക് അനസ്തേഷ്യ കൊടുത്ത പേഷ്യന്റിനെയും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, ഇൻട്രാ ഓപ്പറേറ്റീവ് മോണിറ്ററിംഗ് ചെയ്യുക, പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി കെയറും ആ പേഷ്യൻസിനും മറ്റ് അനസ്തീഷ്യ കൊടുത്ത പേഷ്യൻസിനെ പോലെ തന്നെ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കെയർഫുൾ ഡോക്യുമെന്റേഷൻ ഷുഡ് ബി ഡൺ. കെയർഫുൾ ആയിട്ട് നമുക്ക് മാക് പേഷ്യൻസിന് ചെയ്യേണ്ട ഡോക്യുമെന്റേഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ ഓപ്പറേറ്റീവ് വിസിറ്റ് ആണ്. പേഷ്യന്റിനെ അനസ്തേഷ്യോളജിസ്റ്റ് പ്രീ ഓപ്പറേറ്റീവ് ഏരിയയിൽ കണ്ടിരിക്കുക. ദെൻ ഇൻഫോംഡ് കൺസെന്റ് ഉണ്ടായിരിക്കണം പേഷ്യന്റിന്. കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രാ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആർ അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. ഇൻട്രാ ഓപ്പറേറ്റീവ് കെയറും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും മറ്റ് അനസ്തേഷ്യ കൊടുത്ത പേഷ്യൻസിനെ പോലെ തന്നെ മാക് അനസ്തേഷ്യ ഉള്ള പേഷ്യൻസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പൊ ഇന്ന് ഇത്രയുമാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.